ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 8, 9, 19 ഈ ഭാഗത്തൊക്കെ വരുന്ന പവറുമായിട്ട് അതോറിറ്റി, പവർ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പവർ, വെബർ, മാർക്സ്, ഗിഡൻസ്, ലൂക്സ്, ഫൂക്കോ ഇവരുടെയൊക്കെ പവറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, അതുപോലെ അതോറിറ്റി ഡോമിനേഷനുമായിട്ട് റിലേറ്റഡ് ആയിക്കൊണ്ട് പവറിന് എന്ത് റിലേഷൻഷിപ്പാണുള്ളത്, അതുപോലെ ഡിഫൈൻ ആൻഡ് ഡിസ്കസ് കോൺസെപ്റ്റ് ഓഫ് എലൈറ്റ് വിത്ത് റെഫറൻസ് ടു പെരേറ്റോ. പെരേറ്റോ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന എലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ വെബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ ഈ ഒരു കമ്മിങ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പവർ ഇസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇൻ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഓൺ വിഷ്. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരുടെ ബിഹേവിയറിനെ, മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കാനും അതിനനുസരിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ്, എബിലിറ്റിയെയാണ് പവർ എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് മെയിൻലി ഡീൽ വിത്ത് പവർ ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, കോസർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനനുസരിച്ച് ദർ ആർ 2 മേജർ ട്രഡീഷൻ റിഗാർഡിംഗ് പവർ. ഫോക്കസ് ഓൺ പവർ ആസ് ദ ഇമ്പോസിഷൻ ഓഫ് വിൽ, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മേഖല. അത് സ്വാഭാവികമായിട്ടും വെബറാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ പവർ ആസ് എ റിസോഴ്സസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് കളക്ടിവിറ്റീസ്, അതായത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പവർ എന്ന് പറയുന്ന റിസോഴ്സസിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ പാർസൺസിൻ്റെയും വെബറിൻ്റെയും പ്രധാനപ്പെട്ട 2 ട്രഡീഷൻസാണ് സോഷ്യോളജിയിൽ ഉള്ളത് എന്നൊക്കെയാണ് കോസർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നൗ പവർ ഗീവ് റൈസ് ടു ദ എസിമെട്രി ഇൻ കുറച്ച് പവറിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എസിമെട്രിക്ക് കാരണമാകുന്നത്. എസിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേപോലെ അല്ലായ്മ. ഓക്കെ, അപ്പം അതായത് വ്യത്യസ്തത, അതിന് കാരണമാകുന്നത് എന്താണ്? പവറാണ് അല്ലേ. അപ്പോൾ പവർ, ഒരാൾക്ക് പവർ കൂടുതലുണ്ടെങ്കിൽ അയാൾ ആജ്ഞാപിക്കുകയും മറ്റേ പവർ താരതമ്യേന കുറഞ്ഞ ആൾ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? പവറാണ്. പവർ ഇസ് എ പൊസിഷൻ ഓഫ് കൺട്രോൾ. കൺട്രോൾ ചെയ്യാവുന്ന ഒരു പൊസിഷനാണ് പവർ എന്ന് പറയുന്നത്. പവർ ഇസ് ദ അതോറിറ്റി ഓർ ഇൻഫ്ലുവൻസ് ഓവർ അതർ. അപ്പം ഒരാളുടെ പുറത്ത് മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. പവർ ഇസ് എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് an individual is able to exert influence over the mind and action of the other. ഒരു വ്യക്തിയുടെ മനസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ള ഒരു ഉപാധിയാണ് പവർ എന്ന് പറയുന്നത്. പവറിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ.